Hello, welcome, my dear daddy. How are you, Captain? I am fine, daddy. Good evening. വിനയൻ എന്താ വന്നില്ല? രാവിലെ എയർപോർട്ടിൽ എത്തിക്കൊള്ളാണ് ഇന്നലെ അവൻ എന്നോട് പറഞ്ഞത്. അതാ വിനയം കുഞ്ഞ് വരുന്നുണ്ട്. ഹായ് ഡാഡി. ഡാഡി, how are you, my dear boy? ഫൈൻ ഡാഡി. എന്തായി കാണിക്കുന്നേ? വല്ല വണ്ടി വന്ന് ക്രാഷ് ആയേ? ഡാഡി പേടിക്കണ്ട, എനിക്ക് നല്ല മതി മതി, നിന്റെ ബൈക്ക് കൊണ്ടല്ലേ കളി നിർത്തൂ. മതിയാ, നിന്റെ മോട്ടോർ ബൈക്ക് അഭ്യാസം. വിട്ടു വിട്ടു. ഡാഡി വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ഡാഡിക്ക് അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ. വെൽക്കം റിട്ടയർഡ് മേജർ മിസ്റ്റർ ആർ വിശ്വനാഥ മേനോൻ. അവന്റെ ഒരു വേഷം. നീ ഇത്ര പെട്ടെന്ന് ഇവിടെ എങ്ങനെ എത്തി? ഞാനിങ്ങനെ പറന്നെത്തി. പിന്നെയാ, ഇത്ര സ്പീഡിൽ വണ്ടി ഓടിക്കരുത്. ദാറ്റ് ഇസ് ഇല്ലീഗൽ. നീ എങ്കിലും അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ അവന്റെ തലയിൽ കൂടെ വണ്ടി ഓടിക്കും. വണ്ടി കൈ കിട്ടിയവന് യാതൊരു ലെവലും ഇല്ല. ബി കെയർഫുൾ. ബി വെരി 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 കെയർഫുൾ. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് വരാം. ശരി. പട്ടാളം ഇവിടെ ഇല്ലേ? ആരാടാ പട്ടാളത്തെ അധിക്ഷേപിക്കുന്നവൻ? ആ, പോലീസാണ്. പോലീസല്ലടോ, റിട്ടയർഡ് സർക്കിൾ ഇൻസ്പെക്ടർ രാഘവൻപിള്ള അദ്ദേഹം. തന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ബാലേന്ദ്രനോട് തിരക്കായിരുന്നു. സത്യം പറയാമല്ലോ, എയർപോർട്ടിൽ വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ പണ്ടത്തെ പോലെ ആരെങ്കിലും വണ്ടി കഴിയാനിട്ട് വരാൻ പറ്റുമോ? തൊപ്പി പോയില്ലേ? ഇരിക്കെ. പിന്നെ എന്തൊക്കെ ഉണ്ടോ മേജർ സാറേ പട്ടാളത്തിലെ വിശേഷങ്ങള്? വിശേഷങ്ങളൊക്കെ ധാരാളം പറയാനുണ്ട്. നമുക്ക് രണ്ടുപേർക്കും എന്താ പണി? വിശേഷങ്ങൾ പറഞ്ഞങ്ങ് കൂടാ. അല്ല, നമ്മുടെ പൈലറ്റിന്റെ അടിയനോടുണ്ട്. ആ, താൻ ഈ പൈലറ്റിനെ നിർത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്ദേശം എന്താ? ഇയാൾക്ക് വയസ്സെത്രയെന്നാ എന്റെ വിചാരം? നീയെങ്കിലും എവിടെയെങ്കിലും തളച്ചിട്ടുണ്ടേ? അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അങ്ങളെ. അത് തന്റെ കാര്യമല്ല പറഞ്ഞു. ചെറുക്കൻ ചേട്ടനെ ഒരു എട്ടിന്ന് ലക്ഷണമാണ്. അല്ല, ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. പിന്നെ അങ്കിളിന്റെ ഒരു മോറൽ സപ്പോർട്ട് ആയിക്കോട്ടെ എന്ന് കരുതിയാ. മനസ്സിലാകുന്നുണ്ട്. എടോ, ഈ വീട്ടിലൊരു പെണ്ണിന്റെ തരിയുണ്ടോ? നീ അത് പോട്ടെ, രുചി അറിഞ്ഞ് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ? വേലക്കാരുടെ കൈ വേറെ, വീട്ടമ്മയുടെ കൈ വേറെ. എടോ, അതിപ്പോ എന്റെ കുറ്റമാണോ? ഞാൻ ഇവനോട് പറയാൻ തുടങ്ങിയിട്ട് നാളത്രേ. ഇനിയിപ്പോ ഞാൻ റിട്ടയർഡായി. നമുക്ക് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവന് പറ്റിയൊരു പെണ്ണിനെ കണ്ടുപിടിക്കും. ഒരു പെണ്ണിന്റെ മനസ്സിൽ കൊളുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് രണ്ടു കൂടെ പോയി പെണ്ണിനെ ഒന്ന് കണ്ടുവരാം. അത് കഴിഞ്ഞ് പൈലറ്റ് പോയി കണ്ടോട്ടെ. എന്താ, അങ്കിളിന് വേറെ പണിയൊന്നുമില്ല. എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട.
ചേട്ടാ, ചേട്ടൻ അവിടെ നിന്നേ. ചേട്ടൻ എന്ത് കളിയായി കളിക്കുന്നത്? അങ്കിൾ സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞപ്പോ ഒരു വക വർത്താനം പറഞ്ഞു കണ്ടില്ലേ? ചേട്ടാ, അത് ഇതിനൊക്കെ ഒരു സമയമുണ്ട് കേട്ടോ. ഏതിനൊക്കെ? അല്ല, ഈ മംഗല്യഭാഗ്യം എന്ന് പറയുന്നത്. എടാ, മംഗല്യഭാഗ്യം സ്ത്രീകൾക്കാണ്. ഓ, അത് ശരിയാ. ചേട്ടൻ ആണാണല്ലോ. അത് ഇവരെ മനസ്സിലായിട്ടില്ലേ? വേദവേ, ഇന്നിവിടെ നല്ല ചാപ്പാടൊക്കെ ഉണ്ടായിരിക്കുന്നല്ലേ? പിന്നെയോ ബാലേന്ദ്ര, മൂന്ന് സമയത്ത് ദേവന്മാരിൽ എവിടെ പോയി കിടക്കും? വെറുതെ ഡാഡി. എന്തോ ഞാൻ കഴിക്കാറില്ല. അച്ഛന്റെ മുമ്പിലായിരിക്കും. കഴിക്കുമെങ്കിൽ കഴിച്ചോളൂ. തനിക്ക് വേണമായിരിക്കും. തരത്തില്ല. തരാം, പ്രായപൂർത്തിയാകട്ടെ. എനിക്ക് വയസ്സ് 20ആയി. ഒഴിക്കടോ. ഡാഡി ഇനി അധികം കഴിക്കണ്ട. ഓ, 1944 തോന്നുന്നു ഞാനും മേജർ രാംലാലും കൂടി ഒറ്റ ഇരിപ്പിൽ 2 കുട്ടി കൂടി. 1946 അതേടോ 46 ചേർത്തല സ്റ്റേഷനിൽ വെച്ച് ഞാനും ലോക്കപ്പിൽ കിടന്നിരുന്ന ഒരു കൊലപ്പുള്ളിയും കൂടെ 3 വോട്ടിലാ ഒറ്റ ഇരിപ്പിന് അടിച്ചു തീർത്തു. 1949 അമൃത്സരസിൽ വെച്ച് ബറാഖാന. 1950 ഞാൻ കൊല്ലം സ്റ്റേഷനിൽ ഇല്ലെങ്കിലേ എന്താണോ ഡാഡിയും അങ്കിളും കൂടി ലാത്തി അടിച്ച് ഞങ്ങളെ കൺഫ്യൂഷൻ ആക്കരുത്. അത് നിനക്ക് ഞാൻ സ്മോൾ വരാത്ത വൈരാഗ്യത്തിന് നീ എനിക്കിട്ടൊന്ന് വെച്ചതല്ലേ. അതെ, പോലീസും പട്ടാളവും കൂടെ ഞങ്ങളെങ്ങനെ ഇരുത്തി വധിക്കരുത്. ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല രണ്ടുപേരും. ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളുടെ ആബ്സൻസിൽ എന്ത് വേണേലും അയക്കും. എന്നാലേ നമുക്ക് ഉറങ്ങാൻ ജോലി. ഇനി ആഹാരം കഴിച്ചിട്ട് മതി. മതി കഴിച്ചത് ഇങ്ങോട്ട്. Thank you. ശരിയാ? ദേവി, വിഷമൊന്നും ഉണ്ടാക്കരുതേ. ശരിയാ? പഠിപ്പ് മുറിയിൽ ഈശ്വരന്മാർ കൂട്ടിനുള്ളത് നല്ലതാണ്. അതെനിക്കറിയാൻ ഡാഡി, അതുകൊണ്ടാ. ഗുഡ്. പിന്നെയാ, നീ ഇന്ന് അമ്പലത്തിൽ പോകാറുണ്ടോ? നീ ക്ഷേത്രത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കാറുള്ളത്? ഞാനൊന്നും അമ്പലത്തിൽ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്ന് വീട്ടിൽ ആർക്കും അറിയില്ല. അവരുടെ എല്ലാം വിചാരം എനിക്ക് വലിയ ഈശ്വര ഭക്തിയാണെന്ന്. നീ എന്താ ആലോചിക്കുന്നത്? ചോദിച്ചു കേട്ടില്ലേ? എനിക്കും എന്റെ ഡാഡിക്കും എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. യുദ്ധരംഗത്ത് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോ കയ്യിലുള്ള ആയുധത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു. മണി 10 കിടന്നുറങ്ങ്. നാളെ രാവിലെ പഠിച്ചാൽ മതി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ओके देखा मेरी माँ ने मुझे दूध पिलाया है क्यों भाई साहब मैं सच बोल रहा हूँ ना भाई यही तो है वकील साहब विनय अच्छा अच्छा जो यहाँ का है കിടക്കാൻ പറ്റത്തില്ലേ भाई बहुत अच्छा देखते हैं तुम बहुत अच्छा देखते हैं എടാ നീ വരുന്നോ ഇല്ലയോ ഇന്ന് നീ എന്റെ കൂടെ കിടക്കുന്നത് കാണണം ചേട്ടാ അപ്പോഴേക്കും വാതിൽ കൂട്ടി ഉറക്കമായോ ചേട്ടാ ആ ഞാൻ ഉറങ്ങി ഒന്ന് എഴുന്നേറ്റ് വാതിൽ തുറന്നേ എടാ ഞാൻ നല്ല ഉറക്കത്തില്ല ശല്യം ചെയ്യാതെ പോകുന്നുണ്ടോ ആ ഇതെന്ത് പണിയാ ചേട്ടൻ കാണിക്കുന്നത് ഞാൻ വരുന്നതിന് മുമ്പ് വാതിലടച്ച് കിടക്കുന്നു ഡാഡി ഈ ചേട്ടൻ ഞാനിപ്പോ ഡാഡിയോട് പറയും കേട്ടോ എന്നെ കിട്ടും നീ എവിടെ ഇറങ്ങി പ്രകാരം വിളിച്ചു കേട്ടില്ലേ അല്ല എന്നും ഇങ്ങനെ എന്റെ കൂടെ കിടക്കാനാണോ എന്റെ വിചാരം എന്റെ പള്ളി ഉച്ചയ്ക്ക് ഡാഡിയും പിള്ളയെങ്കിലും കൂടി കല്യാണക്കാര്യം പറഞ്ഞപ്പോഴേ ആള് തുണി വെച്ച് തലയിൽ കെട്ടിയല്ലോ അപ്പോഴേ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും വേഗം കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് കല്യാണം കഴിയുമ്പോ എന്നോട് ഇവിടുന്ന് മാറി കിടക്കാൻ പറഞ്ഞേക്കരുത് അത് കിടക്കാത്ത കാര്യമാണ് ഓ നിന്നെ കൂടെ കിടത്താൻ അങ്ങോട്ട് പോരി ഞാൻ ഈ മൂലയിൽ എവിടെയെങ്കിലും കണ്ണു അടച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോളാം ഞാൻ ആ ഭാഗത്തേക്ക് നോക്കത്തില്ല എടാ തോട്ടി പോലെ ആയല്ലോടാ ഇപ്പോഴും അവന് കിടക്കണേ കൂട്ടു വേണം നാളെ പോലെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോണം അയ്യോ ഡാഡിയുടെ കൂടെ കിടക്കാനോ എന്നിട്ട് വേണം ഡാഡിയുടെ 941 946 ഒക്കെ കേട്ട് ബോറടിക്കാൻ ഞാനില്ല കയ്യറ എനിക്ക് ഈ മുട്ടുന്ന കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ലെന്നറിയില്ലേ ഞാൻ ചേട്ടന്റെ ചക്കര കുട്ടനല്ലേ ചത്തലാക്കു ചക്കയിടും അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളിയാൻ മാറടങ്ങി ഒറ്റയ്ക്ക് കിടന്ന ദുസ്വപ്നം കണ്ട് പേടിച്ച് മൂത്രം ഒഴിക്കും അത്രേ ഇവിടെ കിടക്കുന്നത് കൊള്ളാം ബെഡിലെങ്ങാനും മൂത്രം ഒഴിച്ചാലുണ്ടല്ലോ കൂട്ടിനൊരാളുണ്ടെങ്കിൽ ഞാൻ മുള്ളത്തില്ല ചേട്ടാ കിടന്നുറങ്ങ് എനിക്ക് വെളുപ്പിൽ എഴുതിട്ട് പോകണതാ കല്യാണം കഴിച്ചിട്ട് ഇയാൾ എങ്ങനെയാണ് മുട്ടാനും തട്ടാതെ കിടക്കാൻ പോകുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞല്ലേ ആവോ ഇങ്ങനെ ഒരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവരുടെ റൂട്ട് തെളിഞ്ഞു കിട്ടിയാണ് അനുഭവിക്കാനുള്ള യോഗം വേണ്ടേ ഈവനിങ് ആന്റി. ഗുഡ് ഈവനിങ് മോളെ. ആഹാ മോള് വന്നോ? മോളുടെ കാര്യം മമ്മി ഇപ്പൊ ഫോൺ ചെയ്ത് ചോദിച്ചതേ ഉള്ളൂ.
ആന്റി മോക്ക് ആന്റി ഇപ്പൊ കാപ്പി തരാം. ചുമക്ക് കുറവുണ്ടോ അപ്പൂപ്പ? കുറവില്ല മോളെ. വീട് വലിച്ചിട്ടാ ചുമ നിൽക്കാത്തെന്ന് സൂചി ആന്റി പറഞ്ഞു. അമ്മമ്മേ അപ്പൂപ്പൻ ഇനി വീട് കൊടുക്കരുത്. ഇനി കൊടുക്കൂല മോളെ. അങ്കിളിനോട് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്താണോ? അങ്കിളിന്റെ പേരെന്താ? എന്താ അസുഖം? പനിയാ. ആ മോടെ പേരെന്താ? രമ്യമോൾ. പവി താര വന്നിരിക്കുന്നൊക്കെ രമ്യമോളാ. പവിയുടെ പനിയൊക്കെ മാറിയെന്നാ തോന്നുന്നേ. ഒട്ടും ചൂടില്ല. മോളുടെ അമ്മ വന്നില്ലേ? വരാറാവുന്നേ ഉള്ളൂ. മത്തായി സൂസി എവിടെ പോയി? വാർഡിൽ പോയതാണ്. മോളെ കണ്ടോ? മോളും കൂടെ പോയിട്ടുണ്ട്. ഇപ്പൊ വരും. മോളിത് എവിടെയായിരുന്നു? റൗണ്ടിന് പോയതാ മമ്മി. അതെയോ? ഞാൻ സുജാന്റിയും കൂടെ ഇഞ്ചക്ഷൻ കൊടുത്തു. അല്ലേ സുജാന്റി? ഇത് വലിയ സൂചിയായിരുന്നു. നീ എന്താ ലേറ്റ് ആയ? ഇന്ന് ഓഫീസിൽ വലിയ തിരക്കായിരുന്നു. താക്കൂ. നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ? ആ കഴിയാറായി. അടുത്ത ഷിഫ്റ്റിൽ ഇല്ലിക്ക. അവള് വന്നിട്ട് വേണം വരാൻ. വാ മോളെ. വരട്ടെ. മോൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? മമ്മി ഞങ്ങളുടെ ക്ലാസ്സില് ഹണിയെ കുറിച്ചാണ് സ്വീറ്റ് എന്ന് പറഞ്ഞത്. അതേ കുട്ടിക്ക് വലിയ പവർ.